ുള്ള ബയോമോളിക്യൂൾ പ്രധാനമായും അമിനോ ആസിഡ്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ്, പോളിസാക്രിഡ്. ഈ പോളിസാക്രിഡ് എന്ന് പറയുന്ന വിഭാഗം വരുന്നത് ഏതിലാണ് അറിയോ? കാർബോഹൈഡ്രേറ്റിലാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ചെറുതായിട്ട് പറഞ്ഞിട്ട് നേരെ പോളിസാക്രിഡിലേക്ക് കടക്കാം. പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എൻസൈം. അപ്പൊ ഇനി നമ്മൾ എടുക്കാനുള്ളത് പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ പ്രോട്ടീൻ മനസ്സിലാവണമെങ്കിൽ ആദ്യം എന്തിനെ കുറിച്ച് മനസ്സിലാവണം? അമിനോ ആസിഡുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം വീണ്ടും ഞാൻ എന്ത് ഡിസ്കസ് ചെയ്യാണ്? അമിനോ ആസിഡുകൾ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ അമിനോ ആസിഡ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ? ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യത്തെ പോയിന്റ്, ദേ ആർ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ടകൾ എന്നൊക്കെയാണ് അർത്ഥം, അല്ലെ? അപ്പൊ ഒരു വീട് ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? കട്ടകൾ ഉണ്ടാവും. അപ്പൊ വീടിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണ്? കട്ടകളാണ്. ഇഷ്ടികയാകാം, അല്ലെങ്കിൽ ചെങ്കല്ലിന്റെ കട്ടകളാകാം. അപ്പൊ ഏതൊരു സാധനം ഉണ്ടാക്കുന്നതിന് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന പേരാണ് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന വലിയൊരു മോളിക്യൂൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ